വിശദമായ വാർത്തയിലേക്ക്. ചെങ്കോൽ വിവാദവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ പരാമർശത്തിനെതിരെ എം ഹസൻ. ശശി തരൂർ വിശദീകരണം നൽകേണ്ടതാണ്, എന്നാൽ അത് AICC ആണ് ആവശ്യപ്പെടേണ്ടത്. പരാമർശം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും ഹസൻ പറഞ്ഞു. അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് എന്നെ പോലുള്ള ആളുകളെ വളരെ അത്ഭുതപ്പെടുത്തി. കാരണം ശശി തരൂരിന്റെ മതേതര നിലപാടിലുള്ള ഉറച്ച അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ശക്തമായ വിമർശനങ്ങളും കണക്കിലെടുക്കുമ്പോൾ ശശി തരൂരിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വിശദീകരണം നൽകിയിട്ടില്ല. അദ്ദേഹം നൽകേണ്ടതാണ്. കാരണം ഒരിക്കലും ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരു പാർലമെന്റിന്റെ ഈ ഒന്നിന ഉദ്ഘാടനത്തെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി ആണ് ഈ ചെങ്കോലൊക്കെ ഒരു പ്രതീകമാക്കി മാറ്റിയത്. അതേക്കുറിച്ച് അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്നെ പോലുള്ളവർക്ക് വളരെ അത്ഭുതം തോന്നി. അല്ല, അത് AICC ആണ്, അദ്ദേഹം പാർലമെന്റ് അംഗമാണ്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തോട് AICC വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ ഞാൻ മാധ്യമ വാർത്തകൾ കണ്ടതേ ഉള്ളൂ. ശശി തരൂരിനെ പുകഴ്ത്തിയും NK പ്രേമചന്ദ്രനെ പരോക്ഷമായി ക്ഷണിച്ചും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ കയറാൻ കഴിയില്ല, എന്നാൽ ആരും കയറേണ്ട എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. എന്നാൽ ഈ നിലപാട് ശരിയല്ലെന്ന് ശശി തരൂർ പറഞ്ഞു. പ്രേമചന്ദ്രൻ എത്രയും വേഗം ഇവരിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്നും K സുരേന്ദ്രൻ. ശശി തരൂർ മാത്രം പറഞ്ഞു മോശമായി പോയി. ശശി തരൂരിനെ പോലുള്ള നല്ല കാര്യവിവരമുള്ള ആൾക്കാർ പറയുന്നത് ഇവിടെ ഉണ്ട്. കോൺഗ്രസ്സുകാര് പിന്നെ വടിയെടുത്തിട്ട് കാര്യമില്ല. ഈ രാജ്യത്തെ കുറിച്ച് അറിയുന്നവരെല്ലാം അറിയില്ല ഇതൊക്കെ. രാഹുൽ ഗാന്ധിക്ക് എന്തായാലും പോകാൻ പറ്റില്ല, എന്നാ പിന്നെ ഒരു കോൺഗ്രസ്സുകാരനും പോണ്ട എന്നുള്ളൊരു നിലപാട്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പാർലമെന്റ് എങ്ങനെ ഭസ്മാക്കാന്ന് വിചാരിക്കുന്നവരാണ് അവര്. ചൈനയോടുള്ളവർക്ക് എങ്ങനെ ഇന്ത്യ വളരുമ്പോ സമാധാനം ഉണ്ടാവും? ചൈനയെ നന്നാവണമെന്ന് പറയുന്ന ആൾക്കാര് ഇന്ത്യ സാമ്പത്തികമായി വികസിക്കുമ്പോ എങ്ങനെ സന്തോഷിക്കും? ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇന്ത്യയും ജപ്പാനും അമേരിക്കയും എന്ന് പരസ്യമായി പറഞ്ഞ ഇത്രയും വലിയ രാജ്യദ്രോഹ നിലപാട് സ്വീകരിച്ചവര് ഇന്ത്യ രക്ഷപ്പെടുമ്പോ സന്തോഷിക്കുമോ? ആ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാർ പറയുന്നത് കേട്ടിട്ടാണ് ഇവിടെ രാഹുൽ ഗാന്ധി ഇപ്പൊ നടക്കുന്നത്. അതിന്റെ ഗതികേടാണ് ഇപ്പോ കോൺഗ്രസിനിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഷാനോസ് ഡേവിഡ് ചേരുന്നു. ഷാനോസ്, എവിടെയായിരുന്നു, ഏത് പരിപാടിയിലായിരുന്നു ഈ K സുരേന്ദ്രന്റെ പുകഴ്ത്തലും ക്ഷണവും ഒക്കെ ഉണ്ടായിരുന്നത്? ഈ ക്ഷണിക്കലിന് സ്വാഭാവികമായിട്ടും NK പ്രേമചന്ദ്രൻ മറുപടി പറയേണ്ടതാണ്. ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ. നരേന്ദ്രമോദി സർക്കാരിന്റെ 9ാം വാർഷികാഘോഷങ്ങളുടെ കൊല്ലം ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ. ഉദ്ഘാടന പ്രസംഗത്തിനിടെയാണ് ഇത്തരം കടുത്ത വിമർശനങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലത്തെ MP ആയിട്ടുള്ള NK പ്രേമചന്ദ്രനെ പരോക്ഷമായി ക്ഷണിച്ചുകൊണ്ട്, അതായത് ഈ സംഘത്തിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടണമെന്നൊരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് സുരേന്ദ്രൻ വിമർശനം ഉന്നയിക്കുന്നത് പ്രധാനമായും പാർലമെന്റ് ഉദ്ഘാടനത്തെ ചൊല്ലിയായിരുന്നു. ആ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളടക്കം വിട്ടുനിൽക്കുന്ന സാഹചര്യത്തെ മുൻനിർത്തിയായിരുന്നു സുരേന്ദ്രന്റെ വിമർശനം ഏറെയും ഉണ്ടായത്. അതായത് തരൂരിനെ പുകഴ്ത്തുകയായിരുന്നു K സുരേന്ദ്രൻ. ഒപ്പം തന്നെ പ്രേമചന്ദ്രനെ പരോക്ഷമായി പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. നരേന്ദ്രമോദി സർക്കാരിന്റെ 9ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി കൊല്ലത്ത് നടക്കുന്നതിനിടെയാണ് പാർലമെന്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശശി തരൂരിന്റെ വാക്കുകളെ K സുരേന്ദ്രൻ പുകഴ്ത്തിയത്. അതേ സ്ഥലത്ത് തന്നെ MP ആയിരിക്കുന്ന NK പ്രേമചന്ദ്രനെ BJPയിലേക്ക് ക്ഷണിക്കുകയുമായിരുന്നു. ഷാനോസ് വീണ്ടും ചേരുന്നു. ഷാനോസ്, തുടർന്നോളൂ. ദരിയ, ഈ 9ാം വാർഷിക പരിപാടിയിലായിരുന്നു ഈ കടുത്ത വിമർശനം ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. ഈ കടുത്ത വിമർശനം കമ്മ്യൂണിസ്റ്റുകാർ നേരത്തെ മുതൽ തന്നെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരാണ് എന്നുള്ള വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ആ വിധത്തിൽ പെരുമാറുന്നു, കമ്മ്യൂണിസ്റ്റുകൾക്കൊപ്പം ചേർന്നുകൊണ്ട് രാഹുൽ ഗാന്ധി പെരുമാറുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഒരു ആക്ഷേപമായി K സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ പുതിയ പാർലമെന്റ് മന്ദിര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് ശശി തരൂർ MP വ്യത്യസ്തമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശശി തരൂരിന് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന കാര്യമാണ് മറ്റൊരു തരത്തിൽ ഈ K സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. അതിനൊപ്പം തന്നെ കൊല്ലം MP ആയ
NK പ്രേമചന്ദ്രനെ പരോക്ഷമായി ക്ഷണിക്കുന്ന പല വാചകങ്ങളും ഏതാണ്ട് 4 തവണയോളം ഈ പ്രസംഗത്തിലുടനീളം സുരേന്ദ്രൻ ആവർത്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് രക്ഷപ്പെടുന്ന ഒരു സംഘമല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സംഘത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അത്തരമൊരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് പ്രേമചന്ദ്രൻ ഇപ്പോൾ നിൽക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലടക്കം രക്ഷപ്പെട്ടു വരണമെന്നുണ്ടെങ്കിൽ ഈ സംഘത്തിൽ നിന്ന് പുറത്തു കടക്കണം, തടി ഊരണം എന്ന അർത്ഥത്തിലാണ് സുരേന്ദ്രൻ ഒരു വിമർശനം ഉന്നയിക്കുന്നത്. അതായത് പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഈ പരിപാടിയിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു കാരണവശാലും പാർലമെന്റിലേക്ക് കടക്കാൻ പറ്റത്തില്ല. അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആരും കടക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് പൊതുവെ കോൺഗ്രസ് സ്വീകരിച്ചത്. ആ നിലപാട് വന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത്തരമൊരു നിലപാട് കോൺഗ്രസിന് എടുക്കേണ്ടി വന്നത് എന്നുള്ളതാണ് സുരേന്ദ്രൻ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. ഈ പറയുന്ന പ്രസംഗം നടക്കുന്നതിനൊപ്പം തന്നെയാണ് കൊല്ലത്ത് MP യെ പരോക്ഷമായി ക്ഷണിക്കുകയും തിരുവനന്തപുരത്ത് MP യെ കൂടുതലായി അഭിനന്ദിച്ചുകൊണ്ടും ഇത്തരമൊരു പ്രസ്താവന സുരേന്ദ്രൻ ഈ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. നന്ദി ഷാനോസ്. സംസ്ഥാനത്ത് മാസം തോറും ഇനി വൈദ്യുതി ചാർജ് കൂടും. ഇന്ധന സർചാർജായി യൂണിറ്റിന് 10 പൈസ വരെ KSEBക്ക് കൂട്ടാം. ഇതിന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ഇനി മുതൽ ആവശ്യമില്ല. വൈദ്യുതി ഉൽപാദനത്തിനുള്ള ഇന്ധനത്തിന്റെ വില കൂടുന്നതിലെ അധിക ചിലവാണ് KSEB സർചാർജിലൂടെ ഈടാക്കുന്നത്. സർചാർജ് പിരിക്കാനുള്ള കരടുചട്ടങ്ങളിൽ 20 പൈസയാണ് നിർദ്ദേശിച്ചിരുന്നത്. ബോർഡ് ആവശ്യപ്പെട്ടത് 40 പൈസയും. ഇതാണ് ഇപ്പോൾ 10 പൈസയായി റെഗുലേറ്ററി കമ്മീഷൻ പരിമിതപ്പെടുത്തിയത്. നിലവിൽ 3 മാസത്തിലൊരിക്കൽ ബോർഡ് നൽകുന്ന അപേക്ഷയിൽ ഉപഭോക്താക്കളുടെ വാദം കേട്ട ശേഷമാണ് കമ്മീഷൻ സർചാർജ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ജൂൺ 1 മുതൽ 10 പൈസയിൽ കൂടാത്ത സർചാർജ് മാസം തോറും ഈടാക്കാൻ ബോർഡിന് സ്വമേധയാ തീരുമാനിക്കാം. ഇത് ഉപഭോക്താക്കളുടെ ചെലവ് കൂട്ടും. ജൂൺ പകുതിയോടെ വൈദ്യുതി നിരക്ക് കൂടാനിരിക്കുകയാണ്. യൂണിറ്റിന് 41 പൈസ കൂട്ടണമെന്നാണ് ബോർഡിന്റെ ആവശ്യം. എന്നാൽ കമ്മീഷൻ തീരുമാനമെടുത്തിട്ടില്ല. ഒരു സർചാർജ് ഈടാക്കേണ്ട കാലാവധി 6 മാസമാണ്. എന്നാൽ പുതിയ ചട്ടം നിലവിൽ വന്നാലും പരമാവധി 10 പൈസ എന്ന നിയന്ത്രണം ആദ്യ 9 മാസം ബാധകമാകില്ല. പഴയ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ 9 മാസത്തെ സർചാർജ് അനുവദിക്കാൻ ബോർഡ് നേരത്തെ കമ്മീഷൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അരിക്കൊമ്പനെ കണ്ട് ഭയന്നോടുന്നതിനിടെ പരിക്കേറ്റ കമ്പം സ്വദേശി പാൽരാജ് മരിച്ചു. തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം. അതേസമയം അരിക്കൊമ്പൻ തമിഴ്നാട് വനംവകുപ്പിനെ വട്ടം കറക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ കാത്തിരിക്കാനും അരിക്കൊമ്പൻ വനത്തിന് പുറത്തേക്കിറങ്ങിയാൽ മയക്കുവെടി വെക്കാനുമാണ് വനംവകുപ്പിന്റെ തീരുമാനം. കഴിഞ്ഞ 27-നാണ് അരിക്കൊമ്പൻ കമ്പം പട്ടണത്തിൽ എത്തിയത്. പരിഭ്രാന്തിയിൽ ടൗണിലൂടെ ഓടുന്നതിനിടെ 5 വാഹനങ്ങൾ തകർക്കുകയും ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഭയന്നോടുന്നതിനിടെയാണ് പാൽരാജിന് പരിക്കേറ്റത്. തുടർന്ന് കമ്പം സർക്കാർ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തലയിലും വയറിലും ഏറ്റ ആന്തരിക ക്ഷതമാണ് മരണകാരണം. കമ്പത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു പാൽരാജ്. അതേസമയം അരിക്കൊമ്പൻ ദൌത്യം നീളാനാണ് സാധ്യത. കാട് കയറിയ അരിക്കൊമ്പൻ സഞ്ചാരപാത മാറ്റുകയാണ്. ആനയെ വനത്തിന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒന്നും ചെയ്യില്ല. നിരപ്പായ സ്ഥലത്തെത്തിയാൽ മയക്കുവെടി വയ്ക്കാൻ എല്ലാം സജ്ജമാണെന്നും തമിഴ്നാട് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. കമ്പത്തു നിന്നും ചുരുളി മേഖലയിലെത്തിയ അരിക്കൊമ്പൻ കൂതനാച്ചി വനമേഖലയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂതനാച്ചി ക്ഷേത്രത്തിന് 200 മീറ്റർ അടുത്തുവരെ എത്തിയിരുന്നു. പിന്നീട് ഷൺമുഖ നദി ജലാശയത്തിന് സമീപത്തേക്ക് നീങ്ങി. നിലവിൽ ഇവിടെ നിന്നും മേഘമല വനമേഖലയിലേക്ക് നീങ്ങുന്നതായാണ് വിവരം. പ്രത്യേക ദൌത്യസംഘം ഷൺമുഖ നദി ജലാശയ പരിസരത്ത് തുടരുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരെ ദൌത്യത്തിനായി വിന്യസിച്ചിട്ടുണ്ട്. വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായാൽ മയക്കുവെടി വെച്ച് പിടികൂടി ഉൾവനത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം. ന്യൂസ് 18 കമ്പം. തേക്കടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് ജീവനക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. തേക്കടി ഡിവിഷൻ ഓഫീസിലെ സീനിയർ ക്ലർക്ക് റോബി വർഗീസിനാണ് പരിക്കേറ്റത്. കട്ടപ്പന നരിയമ്പാറ സ്വദേശിയാണ് റോബി. തേക്കടി ബോട്ട് ലാൻഡിംഗ് പരിസരത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. പ്രഭാത സവാരിക്കിറങ്ങിയ റോബി കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു. ആനയെ കണ്ട് 200 മീറ്ററോളം ഓടിയ റോബി വീഴുകയായിരുന്നു. ഇതിനിടെ ആനയുടെ ചവിട്ടേൽക്കുകയായിരുന്നു. റോബിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തെ തുടർന്ന് തേക്കടിയിൽ പ്രഭാത സവാരിയും സൈക്കിൾ സവാരിയും നിരോധിച്ചു.